ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഏറ്റവും ഭാരം കുറഞ്ഞ യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന പതിപ്പിൻ്റെ പരീക്ഷണം 2026 നടക്കും. ബ്രഹ്മോസ് എയ്റോസ്പേസിലെ റഷ്യൻ മാനേജിംഗ് ഡയറക്ടറായ അലക്സാണ്ടർ മാക്സിച്ചേവ് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബ്ദത്തേക്കാൾ 3 മടങ്ങ് വേഗത്തിൽ കുതിക്കുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിൻ്റെ ഭാരം കുറഞ്ഞ പതിപ്പിന് നെക്സ്റ്റ് ജനറേഷൻ ബ്രഹ്മോസ് അഥവാ ബ്രഹ്മോസ് NG എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഏകദേശം 300 കിലോമീറ്റർ ആക്രമണ പരിധിയുള്ള മിസൈലാകും ബ്രഹ്മോസ് NG. ഇതിൻ്റെ വികസനത്തിൻ്റെ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണെന്ന് മാക്സിച്ചേവ് വ്യക്തമാക്കി. മിസൈൽ ഇപ്പോൾ ഡിസൈൻ ഘട്ടത്തിലാണെന്നും മിസൈൽ വികസനം പൂർത്തിയാകുന്നതോടെ പ്രതിരോധ ആയുധങ്ങളുടെ ലോകത്ത് ഒരു ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്ന മിസൈലാണ് ബ്രഹ്മോസ് NG എന്ന് അദ്ദേഹം വിശദീകരിച്ചു. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് മിസൈലിന് 3 ടണ്ണാണ് ഏകദേശം ഭാരം. എന്നാൽ ബ്രഹ്മോസ് NGയുടെ ഭാരം പരമാവധി 1.29 ടൺ മാത്രമാകും. അതായത് മിസൈലിൻ്റെ ഭാരം പകുതിയോളം കുറയുമെന്നർത്ഥം. അതേസമയം നിലവിലെ മിസൈലിൻ്റെ അതേ വേഗവും പ്രഹരപരിധിയും ബ്രഹ്മോസ് NGക്ക് ഉണ്ടാകുമെന്നാണ് മാക്സിച്ചേവ് പറയുന്നത്. ഭാരം കുറയുന്നതോടെ ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട്. യുദ്ധവിമാനങ്ങൾ, ചെറിയ കപ്പലുകൾ, അന്തർവാഹിനികൾ എന്നിവയിൽ ആയുധമായി ബ്രഹ്മോസ് NGയെ ഉപയോഗിക്കാൻ സാധിക്കും. AI അടിസ്ഥാനപ്പെടുത്തി സ്വയം ലക്ഷ്യം കണ്ടെത്തുന്ന അത്യാധുനിക ഗതി നിർണ്ണയ സംവിധാനം, റഡാർ നിരീക്ഷണങ്ങളെ മറികടക്കുന്ന വേഗത, വലിപ്പക്കുറവ് എന്നിവയാണ് ബ്രഹ്മോസ് NGയുടെ സവിശേഷത. ശത്രുക്കളുടെ തന്ത്രപ്രധാനമായ സൈനിക ലക്ഷ്യങ്ങളെ തകർക്കുന്നതിൽ നിർണായകമാകാൻ പോകുന്ന ആയുധമാകും ഈ മിസൈൽ എന്നാണ് മാക്സിച്ചേവ് വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.